ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോ ഫില്ലിനെ കുറിച്ചാണ്. എന്താണ് ഓട്ടോ ഫില്ല്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതിങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കുകയാണ്, സീരിയൽ നമ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ പോകും. അപ്പോൾ ഇത് ഓട്ടോ ഫില്ല് അറിയണത് നമ്മളൊരു പാറ്റേൺ കാണിച്ചു കൊടുക്കുക. നമ്മൾ എക്സലിന് 1 2 ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സീരീസ്, ആ ഒരു നമ്പേഴ്സ് കാണാം. അതല്ല ഇപ്പോൾ ഒന്ന് മാത്രം ഇട്ട് കൊടുത്തിട്ട് അത് ഡ്രാഗ് ചെയ്താലാണെങ്കിൽ ആ പാറ്റേൺ കോപ്പി ആവുകയോ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഈ ഫില്ല് എങ്ങനെയാണ്. അത് കോപ്പി ഫില്ലാണെങ്കിൽ അത് നമുക്ക് മാറ്റിയിട്ട് സീരിയൽ കമൻറ്റ് ഒരു സീരീസ് പോലെ നമുക്ക് കൊടുക്കാം. ഇത് ഞാൻ ഓരോന്ന് ഇതേപോലെ നോക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടില്ല കോപ്പി സെല്ല്, ഫോർമാറ്റിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 3-4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ നമുക്ക് ഏതാണോ വേണ്ടത്, സീരീസ് ആയിട്ടാണോ അത് വേണ്ടത്, കോപ്പി സെല്ലാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 1 2 ഇട്ട് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ ആ ഒരു നമ്പേഴ്സ് ഫുള്ളായിട്ട് പോകും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓഡ് നമ്പേഴ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്പേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ, ഒരു സീരീസ് പോലെ നമുക്കിതിൽ കൊടുക്കാം. ഓഡ് നമ്പേഴ്സ് ഞാൻ ഹെഡിങ് കൊടുത്തു. ഓഡ് നമ്പേഴ്സ് പറയുന്നത് ഏതൊക്കെയാണ്? 3 5 7. ആ ഓ നമ്പേഴ്സിൽ ഓർഡർ ഞാൻ 3ഉം 7ഉം എടുത്തിട്ട് 3ഉം 5ഉം ഇട്ടിട്ട് ഞാൻ ഡ്രാഗ് ചെയ്തു. പിന്നെ അപ്പം നമുക്ക് കിട്ടും അതിൻ്റെ ഫുൾ സീരീസ്. ഇനി അടുത്തത് പറയുന്നത് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് ഇതേപോലെ ചെയ്യാം. നമുക്ക് ഈവൻ നമ്പേഴ്സ് കാണുന്നില്ലല്ലോ, കുറച്ചുകൂടി അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കോളം എടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോളം എടുത്ത് അറിയുമ്പോൾ നമുക്ക് കോളം എടുത്ത് നമുക്ക് മാനുവലി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ആ പ്ലസ് ഇതിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താലും മതി, നമുക്ക് കൂട്ടി കൊടുക്കാം. അതേപോലെ തന്നെ റോയിൻ്റെ അതേപോലെ തന്നെ റോ എടുത്തും റോ ഹൈറ്റും ഇതേപോലെ നമുക്ക് ചേഞ്ച് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ഈവൻ നമ്പേഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഈവൻ നമ്പേഴ്സ് 2 4 അങ്ങനെ 6 അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കണതിന് പകരമായിട്ട് 2ഉം 4ഉം ഇട്ട് കൊടുത്തിട്ട് എക്സലിന് പാറ്റേൺ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇനി അടുത്തത് പറയുന്നത് സൺഡേ, മൺഡേ, അങ്ങനെ നമ്മളൊരു വീക്കിന് എത്ര ദിവസമുണ്ട് ആ ഒരു ഡേയ്സ് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം നമ്മൾക്ക് പോകും. അതിന് പകരമായിട്ട് നമുക്ക് സൺഡേ മാത്രം, ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ മൺഡേ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൺഡേ ഇട്ട് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വരും. ഇപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂഷനാണ് കേട്ടോ. ഇപ്പം നമുക്ക് കണ്ടിന്യൂഷൻ എത്രയാണോ നമ്മൾ ഡ്രാഗ് ചെയ്തത് അതിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂഷൻ വരും. സൺഡേ തൊട്ടിട്ട് തന്നെ കണ്ടിന്യൂഷൻ വരും. അതേപോലെ തന്നെ ജനുവരി ഫെബ്രുവരി ആയിക്കോട്ടെ, ജനുവരി ഇട്ട് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ ബാക്കിയൊക്കെ കിട്ടും. അത് കണ്ടിന്യൂഷൻ പോലെ തന്നെ കിട്ടുക. അത് നമുക്ക് ബാക്കി വേണ്ടാത്തൊക്കെ നമുക്ക് എന്താട്ടാ, നമുക്ക് തിരിച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്താൽ നമുക്കത് പോകും. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഡേറ്റ്സും കൊടുക്കുക. ഡേറ്റുകൾ ഏതാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനും വരും. അതേപോലെ തന്നെ നമുക്ക് വേറൊന്ന് വരുന്നതാണ് എന്താ വരിക എന്നറിയോ, നമ്മളെ മെയിനായിട്ട് നമുക്ക് ഫോർമാറ്റ് സെല്ലിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ പവർ വരുമ്പോൾ ഒരു സംഖ്യയുടെ പവറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ M² എന്ന് ഇട്ട് കൊടുത്തു ഞാൻ. അതിൻ്റെ സൂപ്പർ സ്ക്രിപ്റ്റ് ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ അത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പവർ മാറിയത് കണ്ടോ. ഇതിനൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഓട്ടോ ഫില്ല് നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് ഓട്ടോ ഫില്ലാണ്, ഒരുപാട് ഉപയോഗം.